നമസ്കാരം. ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ നടുക്കുന്ന തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഫെബ്രുവരി 28-ന് നടന്ന വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ മകനും പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമേനിക്കും ഗുരുതരമായി പരിക്കേറ്റതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് മാധ്യമമായ ദ സൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 56 വയസ്സുകാരനായ മുജ്തബ നിലവിൽ കോമയിലാണെന്നും ചികിത്സയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നതായും പറയപ്പെടുന്നു. ഇറാന്റെ രാഷ്ട്രീയ ഘടനയിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം അതീവ നിർണായകമാണ്. രാജ്യത്തിന്റെ സൈനിക മതഭരണകാര്യങ്ങളിലെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥാനമാണ്. അത്തരമൊരു സമയത്ത് പുതിയ നേതാവിന് തന്നെ ജീവന് പോലും ഭീഷണിയായ സാഹചര്യം ഉണ്ടാകുന്നത് ഭരണകൂടത്തെ ഗുരുതരമായ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. യുദ്ധതന്ത്രങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രിക്കേണ്ട നേതാവ് ചികിത്സയ്ക്ക് കീഴിൽ കഴിയുന്നത് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇറാൻ ഇതിനകം തന്നെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഭരണകൂടത്തിന്റെ സ്ഥിരത, സൈനിക തീരുമാനങ്ങളുടെ തുടർച്ച, അധികാര കൈമാറ്റത്തിന്റെ ഭാവി തുടങ്ങിയ വിഷയങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് അധികാര പാരമ്പര്യവും മത നേതൃത്വവും തമ്മിൽ അടുത്ത ബന്ധമുള്ള ഇറാന്റെ ഭരണ സംവിധാനത്തിൽ ഇത്തരമൊരു സാഹചര്യം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും വലിയ പ്രതിഫലനം ഉണ്ടാക്കാനിടയുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിവിധ രാജ്യങ്ങളും വിദഗ്ധരും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പരിമിതമായിരിക്കെ സംഭവ വികാസങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണെന്നതും ഇറാന്റെ നേതൃത്വത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നതുമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് മുജ്തബയുടെ ചികിത്സ നിലവിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വയറിനും കരളിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ ആരോഗ്യമന്ത്രിയും പ്രമുഖ ട്രോമ സർജനുമായ മുഹമ്മദ് റസ സഫർഗന്ദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ആശുപത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നേതാവ് ഗുരുതരാവസ്ഥയിലാണെങ്കിലും രാജ്യത്ത് ഭരണ പ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ശ്രമിക്കുന്നുമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്നും പിതാവിന്റെ രക്തത്തിന് പകരമായി കടുത്ത ആക്രമണങ്ങൾ തുടരുമെന്നും മുജ്തബ ഖമേനിയുടേതെന്ന പേരിൽ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ നേതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തത് ഇറാനിലെ ജനങ്ങൾക്കിടയിലും സൈന്യത്തിനുള്ളിലും വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഇറാൻ തള്ളിയിട്ടുമുണ്ട്. നേതാവ് ശാരീരികമായ അവശനാണെങ്കിലും ഇറാൻ സൈന്യത്തിന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഒട്ടും കുറയാതെ തുടരുകയാണ്. ആയത്തുള്ള അലി ഖമേനി പടുത്തുയർത്തിയ സൈനിക സംവിധാനം ഏത് വലിയ യുദ്ധം നയിക്കാൻ പ്രാപ്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ മുജ്തബയുടെ അഭാവത്തിലും പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിപ്പടരാനാണ് സാധ്യത. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ പലതും മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് ലഭിച്ചിരിക്കുന്നതെന്നതിനാൽ അവയുടെ യാഥാർത്ഥ്യം സംബന്ധിച്ച വ്യക്തത ലഭിക്കുന്നത് അത്യാവശ്യമാണ്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും വിശ്വാസ്യതയുള്ള വിവരങ്ങളും പുറത്തുവരുന്ന സാഹചര്യത്തിൽ മാത്രമേ സംഭവത്തിന്റെ മുഴുവൻ പശ്ചാത്തലവും പ്രതിഫലനങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുവരെ ഇറാന്റെ രാഷ്ട്രീയ ഭാവി ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്.